ഷാലോം ടിവിയുടെ പുറപ്പാടെന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകരെയും പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു. ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്നുകൊണ്ട് ദൈവവചനം ശ്രവിക്കുവാൻ ദൈവം നൽകിയ ഈ അവസരത്തിനൊക്കെ നമുക്ക് ആദ്യം തന്നെ നന്ദി പറയാം. ഒരുപക്ഷെ മീഡിയ അങ്ങേയറ്റം വേഴ്സായി പോകുന്ന ഈ കാലഘട്ടത്തിൽ, അതിൻ്റെ സർവ്വ തിന്മകളും അധാർമികതയും നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഷാലോം ടിവിയിലൂടെ ദൈവവചനം കേൾക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. അതിനെ തന്നെ നമുക്ക് നന്ദിയോടെ ഓർക്കുകയും ചെയ്യാം. ഇന്ന് നമ്മൾ ദൈവവചനത്തിലൂടെ നമ്മൾ ശ്രവിക്കുന്നത് അഥവാ നമ്മൾ വചനത്തിലൂടെ കടന്നു പോകുന്നത് കൊറിന്ത്യോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 15-ാം അധ്യായമാണ്. നമുക്കറിയാം, കൊറിന്ത്യോസ് എന്ന പട്ടണം ഈ കാലഘട്ടത്തിലെ പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് നഗരത്തോടോ അല്ലെങ്കിൽ ഏറ്റവും എപ്പോഴും ബിസിനസ്സുകാർ എപ്പോഴും ഇറങ്ങുന്ന ഒരു നഗരത്തോട് തുലനം ചെയ്യേണ്ട നഗരമായിരുന്നു 2000 വർഷം മുമ്പ്. നൂറുകണക്കിന് കപ്പലുകൾ ഓരോ ദിവസവും അവിടേക്ക് വന്നിരുന്നു. ബിസിനസ് കേന്ദ്രമായിരുന്നു. അതീവ വലിയ ബിസിനസ് ആൾക്കാരെല്ലാം അവിടെ വന്നിരുന്നു. അതോടൊപ്പം അധാർമികത എന്ന് പറയുന്നത്, അതായത് സമ്പന്നതയും ദൈവത്തെ വിചാരമില്ലായ്മയും കൂടെ വരുമ്പോൾ അധാർമികതയിൽ അങ്ങേയറ്റം എത്താനും വലിയ താമസമൊന്നുമില്ല. അങ്ങനെ അധാർമികതയും പാപം എന്നുള്ളത് പാപം പോലുമല്ലാത്ത ഒരു ലോകത്താണ് കൊറിന്ത്യോസ് പട്ടണം ആ കാലഘട്ടത്തിൽ പോയിരുന്നത്. അവിടേക്കാണ് ഉത്ഥിതനായ ക്രിസ്തുവിനെ അല്ലെങ്കിൽ ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രഘോഷിച്ചുകൊണ്ട് പൗലോസ്ലീഹ ഇറങ്ങിച്ചെല്ലുന്നത്. ഒരു ഉദാഹരണം, കൊറിന്ത്യോസിൻ്റെ പട്ടണത്തെപ്പറ്റി പറയുമ്പോൾ 15,000 പേർക്ക് ഇരുന്ന് കാണാവുന്ന വലിയ പ്രോഗ്രാം കാണാവുന്ന സ്റ്റേഡിയം അന്നത്തെ കാലത്തുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കൊറിന്ത്യോസിൻ്റെ സർവ്വ സമ്പന്നതയും നമുക്കവിടെ മനസ്സിലാവും. അതോടൊപ്പം ഗ്രീക്ക് തത്വചിന്തകന്മാരുടെ സർവ്വ സാന്നിധ്യവും അവിടെ ഉണ്ടായിരുന്നു. യവന സംസ്കാരത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പം സാംസ്കാരികമായി വളരെ ഉന്നമനത്തിലാണ് അല്ലെങ്കിൽ ഉന്നതിയിലാണ്, സമ്പന്നത കൊണ്ട് ഉന്നതിയിലാണ്. അതുകൊണ്ട് തന്നെ അധാർമികത എന്ന് പറയുന്ന അവിടെ അങ്ങേയറ്റം നടമാടിയിരുന്നു. അവിടുത്തെ ദൈവങ്ങൾ എന്ന് പറയുന്നത് പോലും ലൈംഗിക ദേവതമാരായിരുന്നു. അപ്പോൾ അതൊരു പാപമല്ലായിരുന്നു. അപ്പോൾ ലൈംഗികമായ ജീവിതത്തിൻ്റെ അരാജകത്വം ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചിരുന്ന കൊറിന്ത്യോസിൽ പോയിട്ട് പൗലോസ്ലീഹ ക്രൂശിതനായ ക്രിസ്തുവിനെപ്പറ്റി, സഹനത്തിൻ്റെ വിലയെപ്പറ്റി, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇതുകൊണ്ടൊന്നും അല്ല ഒന്ന് നേടാൻ പോകുന്നതെന്ന് പറഞ്ഞ് പ്രസംഗിച്ച് ദൈവവചനത്തിലൂടെ അനേകരെ ഈശോയിലേക്ക് ആകർഷിച്ച് അവരെ പരിശുദ്ധാത്മാവിനാൽ ഈശോ അഭിഷേകം ചെയ്യുമ്പോൾ അവരെ ജ്ഞാനസ്നാനം നൽകി ക്രിസ്തീയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന വലിയൊരു ചരിത്രമാണ് നമുക്ക് കൊറിന്ത്യോസിൽ കാണാൻ പറ്റുക. അവരുടെ ദൈവിക പദ്ധതി അനുസരിച്ച് അടുത്തടുത്തേക്ക് യാത്ര പോകുമ്പോൾ അവരെ ഒരു വചനത്തിൽ ഉറപ്പിച്ചിട്ടാണ് പൗലോസ്ലീഹ പോവുക. അവിടെ വീണ്ടും വന്ന് തിന്മ വിതയ്ക്കപ്പെടുകയും തിന്മയുടെ ആൾക്കാർ വരികയും ഈ വിശ്വസിച്ചവരെ പോലും സ്പ്ലിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കഥയാണ് കൊറിന്ത്യോസിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കുണ്ടാകുക. ആ പുസ്തകത്തിലെ 15-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ ഓരോ സ്റ്റെപ്പായിട്ടാണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുക. ദൈവവചനം എന്താണ്, ദൈവത്തിൻ്റെ സ്നേഹം എന്താണ്, പരിശുദ്ധാത്മാവ് എന്താണ്, വരങ്ങൾ എന്താണ്, ദാനങ്ങൾ എന്താണ്, ഇങ്ങനെ ദൈവം എന്താണെന്നോ പരിശുദ്ധാത്മാവെന്നോ കേൾക്കാത്ത ഒരു ജനതയോട് പോയി പരിശുദ്ധാത്മാവ് ഇതാണെന്നും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഇതാണെന്നും ഒക്കെ തൊട്ട് മുമ്പിലത്തെ അധ്യായത്തിലൊക്കെ അതാണ് പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇവരെ ആത്മീയമായി വളർത്തി അവരെ ദൈവവചനത്തിൽ നിറച്ച് കൃപകളിൽ നിറച്ച് പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തി എല്ലാം നിൽക്കുന്ന ഒരു പൗലോസ്ലീഹ ഒരു പടിയുടെ കടന്ന വലിയൊരാശയം അവരുടെ മുന്നിലേക്ക് വെക്കുകയാണ്. അതായത് ശരീരത്തിൻ്റെ ഉയർപ്പ്, കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, പ്രത്യാശ പലരുടെയും പല കാര്യങ്ങളിലാണ്. സോളമനെ പോലും വയലിലെ ലില്ലി പുഷ്പത്തിനെ സോളമനേക്കാളും ശ്രേഷ്ഠമായി പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ലൂക്കാ സുവിശേഷകൻ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും. എന്നാൽ പലരും പ്രതീക്ഷ വയ്ക്കുന്നത് കർത്താവിൽ പ്രതീക്ഷ വയ്ക്കാൻ പറഞ്ഞ ദൈവവചനത്തെ ആശ്രയിക്കുന്നവരും ക്രിസ്ത്യാനികളും വചനം കേട്ടവരും പോലും, അല്ലാത്തൊരു പല മതവിശ്വാസികൾക്കും ദൈവവചനം അറിയാൻ മേലാത്തതുകൊണ്ട് അവർ പോയാൽ അവർ പോട്ടെ. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നവരും കൂദാശകൾ സ്വീകരിച്ചവരുമായ വചനം കേൾക്കുന്നവരുമായ നമ്മളിൽ പലരിലെയും പ്രത്യാശ എവിടെയാണ്? കർത്താവിലേക്ക് പ്രത്യാശ വയ്ക്കാൻ വേണ്ടി ദൈവവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ പ്രത്യാശ വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ പോലും എവിടെയാണ് വെക്കുക? പ്രത്യാശ എവിടെയാണ്? പലരുടെയും പ്രത്യാശ പല കാര്യങ്ങളിലാണ്. ചിലരുടെ പ്രത്യാശയാണെങ്കിൽ ബാങ്കിലെ ഡിപ്പോസിറ്റ് കൂടുന്നതിൽ മാത്രമാണ്. അവരെങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് 1,500 ആണെങ്കിൽ അത് 2,000 ആക്കാൻ ഒരു സമയത്ത് ശ്രമിക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ 15 ലക്ഷമാണെങ്കിൽ അത് 20 ലക്ഷം ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ 20 ലക്ഷത്തിന് 2 കോടി ആക്കാമോ എന്ന് ശ്രമിക്കുകയാണ്. അവിടെ
റിസീവ്ഡ് അല്ലെങ്കിൽ അവിടേക്ക് പൈസ ഒന്ന് വന്നു, ക്യാഷ് എത്തി എന്നൊരു മെസ്സേജ് മൊബൈലിൽ കാണുന്നതാണ് പലരുടെയും പ്രത്യാശ, അവരുടെ സന്തോഷം. അത് കണ്ടാൽ മതി, അവിടെ കിടന്നാൽ മതി. ഇനി അത് ഉപയോഗിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, വേറൊരാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോയാലും കുഴപ്പമില്ല. ചിലപ്പോൾ നോമിനി പോലും ഇല്ലാതെ കോടികൾ നമ്മുടെ കേരളത്തിൽ പോലും ഈ ദാരിദ്ര്യം അനുഭവിക്കുകയും കടം കയറി നിൽക്കുകയും ചെയ്യുന്ന സാധാരണക്കാർ ജീവിക്കുന്ന ഈ നാട്ടിൽ പോലും നോമിനികളില്ലാതെ കോടികൾ നഷ്ടപ്പെടുന്ന ഈ സമയത്തും നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും എവിടെയായിരുന്നു? അവരുടെ പ്രതീക്ഷ, പലരുടെയും പ്രത്യാശ ബാങ്ക് ഡിപ്പോസിറ്റ് കൂടുന്നതിലായിരുന്നു. എന്നാൽ ചിലരുടെ അതല്ല. ചിലരുടെ അതിഭീകരമായ പ്രത്യാശയാണ് ആരുടെ? മക്കളിൽ. അവർ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഇവരുടെ മനസ്സിൽ അമേരിക്കയ്ക്ക് വിട്ട്, അവിടെ നിന്ന് നേഴ്സിംഗ് ആണെങ്കിൽ നേഴ്സിംഗ് പഠിപ്പിച്ചിട്ട് അമേരിക്കയിൽ വിട്ടിട്ട് അവിടെ നിന്ന് വരുന്ന ഡോളറുകളെ ഇങ്ങനെ സ്വപ്നം കണ്ടാണ്. കൊച്ച് 3ാം ക്ലാസ്സിൽ കയറിയതുള്ളേലും അമ്മയുടെ അപ്പൻ്റെ സ്വപ്നം അമേരിക്കയിലാണ്. കൊച്ച് LKG പഠിക്കുമ്പോൾ പോലും അപ്പൻ്റെ അമ്മയുടെ സ്വപ്നം കൊച്ചു കളക്ടറാകണമെന്നാണ്. ഈ രീതിയിൽ മക്കളിൽ അമിത പ്രത്യാശ വെച്ച് അവരെ പഠിപ്പിക്കണം, അവരെ കൃത്യം വഴിക്ക് നയിക്കണം. അത് മാതാപിതാക്കന്മാരുടെ 100% ഉത്തരവാദിത്വം തന്നെയാണ്. എന്നാൽ ചിലർ അമിതമായ പ്രതീക്ഷയും പ്രത്യാശയും മക്കളിൽ അർപ്പിക്കുകയും ആ മക്കൾ അവരോർക്കുന്ന പോലെ വരാതെ വരുമ്പോൾ, ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ 100 മനുഷ്യരോട് സംസാരിച്ചാൽ ഒരു 75% മനുഷ്യരും മാതാപിതാക്കന്മാർ വിഷമിക്കുന്നത് മക്കളെ ഓർത്താണ്. പണ്ട് കടബാധ്യതയെ ഓർത്തായിരുന്നു. 5-6 മക്കളുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കണം, പള്ളിക്കൂടത്തിൽ വിടണം, അവർക്ക് യൂണിഫോം ഇല്ലല്ലോ, അവർക്ക് ഭക്ഷണം നല്ലത് കൊടുക്കാൻ പറ്റുന്നില്ലോ എന്നൊക്കെയാണ് അപ്പനും അമ്മയും വിഷമിച്ചിരുന്നത് എങ്കിൽ, എന്നാലും ആ മക്കളെല്ലാവരും കൂടെ ഉള്ളത് ഭക്ഷണവും കഴിച്ച് അതുങ്ങൾ വളർന്നു വന്നുവെങ്കിൽ ഇന്ന് ആകെ ഒരു കൊച്ചേ കാണുള്ളൂ, അല്ലെങ്കിൽ 2 കൊച്ചേ ഉള്ളൂ. ഈ കൊച്ച് കൊടുക്കുന്ന പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ കഴിവില്ലാതെ 10-40 വയസ്സിൽ 75 വയസ്സിൻ്റെ ജീവിതത്തിലേക്കും ആരോഗ്യത്തിലേക്കും പോകുന്ന അപ്പനെയും അമ്മയെയും നമുക്ക് കാണാനായിട്ട് പറ്റും. അവരുടെ ശരീരം തകർന്നു, അവരുടെ മനസ്സ് തകർന്നു, ചിന്തകൾ പോയി. നമ്മളവരോട് സംസാരിക്കുമ്പോൾ എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, +2 പഠിക്കുന്ന അല്ലെ 10 പഠിക്കുന്ന കുഞ്ഞിനെ നിയന്ത്രിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഇവർ സ്വപ്നം കാണാത്ത പോലെ ഈ കൊച്ച് ഡൈവേർട്ടായി പോവുകയാണ്. ഇവർക്ക് യാതൊരു കൺട്രോളും ഈ കൊച്ചിൻ്റെ കയ്യിലില്ല. ചിലപ്പോൾ ഇറങ്ങിപ്പോയ രാത്രിയിൽ എപ്പോഴേലും കയറി വരും, അപ്പനെയോ അമ്മയോ അനുസരിക്കുന്നില്ല, ഭക്ഷണം ഉണ്ടാക്കിയാൽ കഴിക്കുന്നില്ല. ഇങ്ങനെ മക്കളിൽ പ്രത്യാശ വെച്ചിട്ട് തകർന്നു പോകുന്ന അപ്പൻ്റെയും അമ്മയുടെയും ജീവിതത്തിൻ്റെ നടുക്കാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ 2 കൂട്ടരോടും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ബേസിൽ നമുക്ക് പറയാനുള്ള കാര്യം ഇതാണ്: മക്കളിലല്ല നമ്മൾ പ്രത്യാശ വെക്കേണ്ടത്, ദൈവത്തിലാണ്. എന്നാൽ മക്കളെ നമ്മൾ ചെയ്യേണ്ട ചുമതലയോടുകൂടി പഠിപ്പിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അവരെ കൃത്യമായ വഴിക്ക് വിടാൻ ശ്രമിക്കുകയും നമ്മുടെ കഴിവിൻ്റെ മാക്സിമം ചെയ്തിട്ടും ചിലപ്പോൾ തിരിഞ്ഞു പോയാൽ നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അതുകൊണ്ട് അമിത പ്രത്യാശ വെച്ചിട്ട് നമ്മൾ ഓർക്കുന്നിടത്തേക്ക് മക്കൾ വരാതെ വരുമ്പോൾ ആരോഗ്യവും മനസ്സും തകർന്ന് രോഗികളായി പോകുന്നതിന് പകരം ആ അമിത പ്രത്യാശ വെക്കാതിരിക്കുക, ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ഈ മക്കളൊക്കെ എൻ്റെ കൂടെ കൂട്ടുചേർക്കപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതമാകുന്ന യാത്രയിൽ മാക്സിമം സങ്കീർത്തനം പറയുന്നത് 80-90 വയസ്സ് 90 വർഷം ഈ ഭൂമി ജീവിക്കുമ്പോൾ ഈ യാത്രയിൽ നമ്മുടെ കൂടെ പലരെ കൂട്ടിച്ചേർത്ത് ദൈവം തരുന്നുണ്ട്. ആദ്യം നമുക്ക് അപ്പനെയും അമ്മയും കിട്ടി, അതിനുശേഷം ചിലപ്പോൾ കൂട്ടുകാരെ കിട്ടി, കുറച്ചുകൂടെ കൂട്ടുകൂടി നടക്കാനൊക്കെ കിട്ടി, അതിന് പഠിക്കാൻ പോകുമ്പോൾ ടീച്ചേഴ്സിനെ കിട്ടി. ഓരോ സമയത്ത് ഓരോരുത്തരെ കൂട്ട് കിട്ടുകയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ കല്യാണം കഴിച്ച ഒരു ഭാര്യയും ഭർത്താവിനെയും കിട്ടി. അവർക്ക് പിന്നീട് ഒരു കുഞ്ഞിനെ കിട്ടുമ്പോൾ അത് വളരെ സന്തോഷം, ആ കുഞ്ഞിനെ കിട്ടി. ഇങ്ങനെ ആ മറ്റൊരു കുടുംബത്തിലേക്ക് പോയപ്പോൾ ആ വേറൊരു കുടുംബത്തിലെ അംഗങ്ങളെ കിട്ടി. ഇങ്ങനെ പലരെ കൂട്ടിച്ചേർത്ത് തരുന്നുണ്ട്. എന്നാൽ ഈ കൂട്ടിച്ചേർത്ത് തരുന്നതെല്ലാം ഈ യാത്രയിൽ നമുക്ക് ദൈവം തരുന്ന സമ്മാനങ്ങളാണ്. ഇത് എവിടെ നിന്ന് വേണേലും ചിലപ്പോൾ നഷ്ടപ്പെടാം, എവിടെ നിന്ന് വേണേലും ചിലപ്പോൾ ഈ ബന്ധങ്ങളൊക്കെ ആടിയുലയാം. അവിടെയെല്ലാം തകർന്നു പോകുന്നതിന് പകരം ഈ യാത്രയിൽ ദൈവം തന്ന ഒരു ദിവസത്തെ നന്മയോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് എങ്ങനെ ജീവിക്കണമെന്ന് നല്ല വിവേകപൂർവ്വം പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ചിന്തയോടുകൂടി ജീവിച്ച് അമിത പ്രത്യാശ മക്കളിൽ കൊടുത്ത് തകരാൻ വേണ്ടി ഇനിയുള്ള തലമുറയിലെ മക്കളെ കണ്ട് മാതാപിതാക്കന്മാർ പോകരുത്. അപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വീട്ടിൽ 80 വയസ്സുള്ള ഒരു അപ്പനുണ്ടെങ്കിൽ ആ അപ്പനായിരുന്നു ആ വീട്ടിലെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളുടെയും അവസാന വാക്ക്. 40-50 വയസ്സുള്ള ഒരു മകൻ കാണും, 20 വയസ്സുള്ള ഒരു കൊച്ചുമകനും കാണും. എങ്കിലും അതിൻ്റെ എല്ലാത്തിൻ്റെ അവസാന വാക്ക് ഒരു പക്ഷേ ആ അപ്പനിൽ നിന്ന് കേൾക്കാൻ എല്ലാവരും നോക്കുമായിരുന്നു. അല്ലെ ഭക്ഷണമാണെങ്കിലും അപ്പനും കൂടി ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതെല്ലാം മാറി. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഇത് കാര്യം തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. ആ കൊച്ചിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. ആ കൊച്ചിൻ്റെ ഇഷ്ടം മാറുമ്പോൾ അവിടെ മുഴുവൻ പ്രശ്നമാകുന്ന അവസ്ഥയിലേക്കും വന്നു. അപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്, കാലഘട്ടം മാറിപ്പോകുന്നു. ഇതൊരു ഡിജിറ്റൽ യുഗമായി മാറുന്നു. ഒരു 2 വയസ്സുള്ള കുഞ്ഞിന് പോലും 50 വയസ്സുള്ളവരെക്കാളും കമ്പ്യൂട്ടർ അറിയാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. മൊബൈൽ ഉപയോഗിക്കാൻ 2 വയസ്സുള്ള കുഞ്ഞിന് വരെ അറിയാവുന്ന അവസ്ഥയിൽ പോകുന്നു. അങ്ങനെ പോകുമ്പോൾ
ഈ മക്കളെ 10 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 20 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കുഞ്ഞാണ് എൻ്റെ ജീവിതം, എൻ്റെ എല്ലാം ഈ കുഞ്ഞ് ചെയ്തു തരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് എവിടെയെങ്കിലും ഒരു വിള്ളൽ വരുമ്പോൾ 35-40 വയസ്സുള്ള അല്ലെങ്കിൽ 50 വയസ്സ് പോലും തികയാത്ത അമ്മ രോഗിയായി മാറുന്നു. ഈ കുഞ്ഞിനെ ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് അപ്പൻ രോഗിയായി മാറുന്നു. ഈ അടുത്ത ദിവസങ്ങളിലൊരു കുടുംബം മകനെയും കൂട്ടി എൻ്റെ അടുത്ത് വന്നു. അവർ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുകയാണ്. അതിൻ്റെ ആ ഭാര്യ, ഏകദേശം 42 വയസ്സൊക്കെ ഉള്ളൂ ആ കൊച്ചിന്. ആ ആൾ പറയുകയാണ്, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? അപ്പോഴാണ് പറഞ്ഞത്, ഞാൻ എന്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും ഈ 18 വയസ്സുള്ള മകൻ കഴിക്കില്ല. അതിനൊന്നും ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ അവൻ പുറത്തുനിന്ന് പോയി കഴിക്കും, കൂട്ടുകാരുടെ കൂടെ ഭക്ഷണം കഴിക്കും, എപ്പോഴെങ്കിലും കയറി വരും. അപ്പോൾ ഭക്ഷണം എടുത്ത് സാധാരണഗതിയിലുള്ള ഈ നാട്ടിലെ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അമ്മ കൊച്ചിനെ വിളിക്കുമ്പം വരാത്തതുകൊണ്ട് ഈ ഭക്ഷണം എടുത്ത് കഴിക്കാൻ അമ്മയ്ക്ക് പറ്റുന്നില്ലാത്ത ഒരവസ്ഥ എന്നോട് ഇവർ ഷെയർ ചെയ്യുകയുണ്ടായി. ആ മുഖം പോലും ഒരു 10-15 വർഷം മുമ്പ് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന നല്ല മിടുക്കിയായിട്ടിരുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇന്ന് ഒരു 75 വയസ്സുള്ള ഒരു അമ്മയെക്കാളും ക്ഷീണിതയായി നമുക്ക് കാണാനായിട്ട് പറ്റുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മകനൊരു പോകുന്ന വഴി ശരിയില്ലെന്ന് ഓർക്കുമ്പോൾ ഉറക്കം നഷ്ടപ്പെടുകയാണ് അമ്മയുടെ. വെച്ച ഭക്ഷണം ഒന്നും കഴിക്കാതെ വരുമ്പോൾ അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഈ വചനമൊക്കെ കേൾക്കുന്ന യുവജനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാതാപിതാക്കന്മാർക്ക് കൊടുക്കാവുന്ന ഒരു സമ്മാനം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു 10 കോടിയും കൊണ്ട് ബാങ്കിലിടുന്നതിനേക്കാളും അമ്മ ക്ഷീണിക്കുകയാണ്, അമ്മയുടെ മുഖം മാറുന്നുണ്ട്, അമ്മയ്ക്ക് സങ്കടമുണ്ടെന്നൊന്ന് മുഖത്ത് നോക്കി പറയാൻ നിങ്ങൾക്ക് പറ്റിയാൽ അതായിരിക്കും അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം. അല്ല, അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം ഇത് ടേസ്റ്റ് ഉണ്ട് അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കട്ടൻ കാപ്പിയാണെങ്കിൽ വിട്ട് തന്നു കഴിഞ്ഞാൽ അതിനെ സന്തോഷത്തോടെ പൂർവ്വം കുടിക്കുന്നതാണ് നിങ്ങൾ അമ്മയ്ക്ക് കൊടുക്കാവുന്ന സന്തോഷം. ഒരു പക്ഷേ നിങ്ങളുടെ അമ്മ ആയുസോടെ കാണണം, അപ്പൻ ആയുസോടെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ, കാരണം നിങ്ങൾക്ക് വേണ്ടി, യുവജനങ്ങളോടാണ് ഞാൻ ഇത് പറയുക, നിങ്ങൾക്ക് വേണ്ടി ഉറങ്ങാതെ ഒത്തിരി രാത്രികൾ അവർ ഇരുന്നിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാതെ ഒത്തിരി രാത്രി ഇരുന്നിട്ടുണ്ട്. നിങ്ങൾ പനിച്ചാൽ അവരും ഭക്ഷണം കഴിക്കാതെ നിങ്ങളെ കൊണ്ട് ആശുപത്രി കഴിഞ്ഞ ദിവസങ്ങൾ കാണും. അവർക്ക് കൊടുക്കാവുന്ന ഒരു മറുപടി എന്ന് പറയുന്നത്, ഒരു 10-18 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ അവരെ ഏറ്റവും വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ജീവിതത്തിന് പകരം ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട്, ചെറിയ ചെറിയ പ്രവൃത്തി കൊണ്ട് അവർക്ക് എന്നും സന്തോഷിക്കാൻ പറ്റുന്ന സമ്മാനങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നൽകാൻ പറ്റും. അല്ലാതെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് മുറിക്കുന്നതോ അവിടെ ഇരുന്ന് ഏതെങ്കിലും ലോകത്തിരുന്നിട്ട് അമ്മ എന്നാന്ന് വീഡിയോ കോൾ വിളിക്കുന്നതെന്നോ അല്ല അമ്മയ്ക്ക് കിട്ടാവുന്നുള്ള സ്നേഹം. ആ വീഡിയോ കോൾ വിളിച്ചാലും സ്നേഹമല്ലെങ്കിലുള്ള സമാധാനം പോവുകയുള്ളൂ. അപ്പോൾ മക്കളിൽ അമിത പ്രത്യാശ ഒരിക്കലും വെക്കരുത്. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കണമെന്ന് മാതാപിതാക്കന്മാർ ഓർക്കണം. എന്നാൽ മക്കൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ടി ജീവിതവും ആയുസ്സും അവരുടെ ജീവിതത്തിൻ്റെ സമാധാനങ്ങളും സ്വപ്നങ്ങളും എല്ലാം മാറ്റിവെച്ച ഒരു നല്ല ശതമാനം അപ്പനെയും അമ്മയും വേദനിപ്പിക്കാതെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് നിങ്ങളുടെ അനുഗ്രഹത്തെ തന്നെ ദൈവം തടസ്സപ്പെടുത്തും. കാരണം അപ്പൻ്റെയും അമ്മയുടെയും അനുഗ്രഹമാണ് ദൈവകരങ്ങളിലൂടെ, ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടെ ആ കരങ്ങളിലൂടെ നമ്മളിലേക്ക് കിട്ടുമെന്നതിൽ സംശയമില്ല. അപ്പോൾ പ്രത്യാശ എപ്പോഴും വെക്കേണ്ടത് ദൈവത്തിലാണ്. ആദ്യം ഞാൻ പറഞ്ഞ പോലെ സമ്പത്തിലല്ല, രണ്ടാമത് പറഞ്ഞതുപോലെ നമ്മുടെ മക്കളിലല്ല. മൂന്നാമത് പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, അവർ വിദ്യാഭ്യാസം, അവരുടെ കഴിവുകൾ, ആരോഗ്യം, അതായത് എന്തൊക്കെയുണ്ടോ നമുക്ക് സ്വന്തമായിട്ട് അതിൽ പ്രത്യാശ വെക്കുന്നവരെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതായത് ഒരിക്കലും നഷ്ടപ്പെടുകയില്ലാത്ത പലരുടെയും ഒരു വാക്ക് തന്നെയാണത്. ബാക്കി എന്ത് വേണേലും നഷ്ടപ്പെടും, പക്ഷേ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അതൊരിക്കലും നഷ്ടപ്പെടുകയില്ല. നല്ല ജോലിയുണ്ടെങ്കിൽ അതൊരിക്കലും നഷ്ടപ്പെടുകയില്ല. നിൻ്റെ ജീവിതം സുരക്ഷിതമാണ്. അതോടൊപ്പം തന്നെ നിനക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നിനക്ക് ആരെയും ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ നമ്മളിലുള്ള പല കാര്യങ്ങളെ, നേട്ടങ്ങളെ, നമ്മുടെ സ്വാധീനങ്ങളെ എല്ലാം വലിയ പ്രത്യാശയോടെ കണ്ടിട്ട് ദൈവമില്ലേലും കുഴപ്പമില്ല, അപ്പനും ഇല്ലേലും കുഴപ്പമില്ല, അമ്മയില്ലേലും കുഴപ്പമില്ല, ഭാര്യ ഇല്ലേലും കുഴപ്പമില്ല, മക്കൾ എന്നെ ബഹുമാനിച്ചില്ലേലും കുഴപ്പമില്ല, എനിക്ക് എല്ലാം ഉണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് നല്ല ജോലിയുണ്ട്, എനിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, വിദ്യാഭ്യാസം മാത്രം എടുത്തു കളയാൻ പറ്റൂലല്ലോ എന്ന് പലരും ചോദിക്കുന്നത്, എൻ്റെ ജോലിയും തസ്തിക ആർക്കും കളയാൻ പറ്റൂലല്ലോ, ഇങ്ങനെ ചോദിക്കുന്ന പലരുടെയും ചോദ്യങ്ങളെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ അപ്പനെയും അമ്മയൊക്കെ വിഷമിപ്പിക്കുന്ന കാണുമ്പോൾ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, അവർ എന്നെ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ച്, ഞാൻ പിന്നെ സ്വന്തമായിട്ട് പഠിച്ചതാണ്, ഇതെൻ്റെ മിടുക്കുകൊണ്ട് ഞാൻ നേടിയതാണ്, ഞാൻ പഠിച്ച് നേടിയ ജോലിയാണ്, ഇവർക്കാർക്കും അതിനകത്തൊരു ബാധ്യതയില്ല, അവർക്കാർക്കും ഒരു കടപ്പാടുമില്ല, അവരോട് എനിക്ക് കടപ്പാടിൻ്റെ ആവശ്യമില്ല, ഇതെൻ്റെ കഴിവാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെയോ മനുഷ്യരെയോ സ്നേഹിക്കാത്ത പല മനുഷ്യരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ 10 ഭാഷ നന്നായിട്ട് സംസാരിക്കുന്ന, ഏത് രാജ്യത്ത് ചെന്ന് ഒരു മീറ്റിംഗ് നടത്തിയാലും നമ്മൾ അത്ഭുതത്തോടെ നോക്കുന്ന എൻ്റെ ഒരു സഹോദര തുല്യനായ ഒരാളുണ്ട്, എൻ്റെ ഒരു സുഹൃത്ത്. അദ്ദേഹം ഉറങ്ങാതിരുന്ന് പല രാജ്യങ്ങളുടെ പണിയെടുക്കുന്ന ആളായിരുന്നു. ലോകത്തിൽ പല രാജ്യങ്ങളിലേക്കും പല ബിസിനസ് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേ ഒരു സമയത്ത് ഉറങ്ങാതെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പല ഞരമ്പിൻ്റെ പല പ്രശ്നങ്ങളുണ്ടായി, ഉറക്കത്തിൻ്റെ അവസ്ഥ മാറിപ്പോയി, മരുന്ന് കഴിച്ചാൽ പോലും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഇന്ന് മാനസിക രോഗത്തിനുള്ള മരുന്ന് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ മരുന്ന് കഴിക്കുകയാണ് കണ്ടിന്യൂസ്. എന്നാൽ എന്ത് സംഭവിച്ച്? മലയാള ഭാഷ നമ്മൾ ചോദിച്ചാൽ
ആ ഉത്തരം പറയാൻ ആ ഭാഷ പോലും അറിയാതെ അദ്ദേഹം തപ്പിത്തടയുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ കഴിവും വിദ്യാഭ്യാസവും അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടുകയെന്ന് ഓർക്കുന്ന പലതും നമുക്ക് ഏത് നിമിഷം വേണം. തലയുടെ ഞരമ്പിൻ്റെ പ്രവർത്തനം ഒന്നും അല്പം മാറിയാൽ മതി, ശാന്തമായി ഉറങ്ങുന്ന അവസ്ഥ ഒന്ന് മാറിയാൽ മതി, ഉറക്കം പോകും. മരുന്ന് പോലും ഏൽക്കാത്ത രീതിയിലേക്ക് നമ്മുടെ സിസ്റ്റം മുഴുവൻ വേണേൽ പോകാം. അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ അകത്ത് നമ്മളെപ്പോഴും ഇടക്കരാണെന്നൊക്കെ ഓർത്തെടുത്ത് ഒരു നിമിഷം നമുക്കൊരു ചെറിയ മുട്ടിന് വേദന വന്നാൽ മതി. ആ മുട്ടിന് വേദന വരുമ്പോൾ ഒന്നുകൂടെ നമ്മൾ ആലോചിക്കുകയാണ്, മുട്ടിന് വേദന കുറയുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് പോയി ഒന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡോക്ടർ ഒരു സംശയം പറഞ്ഞാൽ മതി, ക്യാൻസർ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തേക്കാമെന്ന് പറഞ്ഞാൽ അവിടം തുടങ്ങി പിന്നെ കുടിക്കുന്ന ചായയുടെ മധുരം എന്ന് പറഞ്ഞാൽ കയ്പ്പ് പോലെ തോന്നാൻ തുടങ്ങും. പിന്നെ ചിലരതിനെ തരണം ചെയ്യും, പക്ഷേ ചിലർ അതോടുകൂടി പിന്നെ ഓരോ നിമിഷവും അവരുടെ ജീവിതം പിന്നെ ഒരു ടേസ്റ്റോടുകൂടി അവർ ഭക്ഷണം, പലരും നമ്മളോട് അനുഭവം പങ്കുവച്ചിട്ടുള്ളതാണ്. ക്യാൻസറാണെന്ന് എന്നറിഞ്ഞോ അന്ന് മുതൽ പിന്നെ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടില്ല, എനിക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റിയിട്ടില്ല. ചിലരതിനെയൊക്കെ അതിജീവിച്ച് കയറി വരും, ദൈവത്തോട് പ്രാർത്ഥിച്ചും സഹോദരങ്ങളോട് ഷെയർ ചെയ്തുമൊക്കെ കയറി വരുന്നവരുമുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. ഒരു ഡൗട്ട് തോന്നിയാൽ തീരാവുന്ന ആരോഗ്യമാണ് നമ്മുടേത്. കിഡ്നിയുടെ ഫംഗ്ഷൻ തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിന്നെ ഉറങ്ങുന്ന രാത്രി എങ്ങനെയായിരിക്കും നമ്മൾ ഓർത്താൽ മതി. അല്ലെങ്കിൽ ശ്വാസകോശത്തിനൊരു പ്രോബ്ലം ഉണ്ടെന്നൊന്ന് ചുമ്മാ ഒരു സന്ദേശം ഒരു സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ഒന്ന് വന്നാൽ മതി. ഒരു ടെസ്റ്റിന് കൊടുത്തു, അതിൽ നിന്നൊരു ഡൗട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് പിന്നീടുണ്ടാകുന്ന നമ്മളെ രാത്രി എന്തായിരിക്കും. അപ്പോൾ ശാശ്വതമായ ഒരു സംവിധാനമാണോ നമുക്കുള്ള ആരോഗ്യം? ശാശ്വതമായ ഒരു സംഭവമാണോ നമ്മുടെ സമ്പത്ത്? ശാശ്വതമായ ഒരു സംവിധാനമാണോ നമ്മുടെ മക്കളെ പറ്റിയുള്ള അമിത പ്രതീക്ഷ, അല്ലെങ്കിൽ കുടുംബത്തെ പറ്റിയുള്ള അമിത പ്രതീക്ഷ? ഇതെല്ലാം വേണം. നമുക്ക് സമ്പത്ത് അധ്വാനിച്ച് നമ്മൾ സ്വരുക്കൂട്ടണം, അതിനെ സൂക്ഷിച്ച് വെക്കണം, തലമുറകൾക്ക് വേണ്ടി കരുതേണ്ടതൊക്കെ കരുതണം. എന്നാൽ അത് ദൈവത്തോടു കൂടി ആയിരിക്കണം, ചെയ്യേണ്ട നന്മ ചെയ്തുകൊണ്ടായിരിക്കണം, അത് നിലനിൽക്കും. ആരോഗ്യം വേണം. ദൈവം നന്നാണ് ഈ ആരോഗ്യം. അതിനെ ഭംഗിയായിട്ട് സൂക്ഷിക്കണം, അതിനെ ഏറ്റവും നിർമ്മലമായിട്ട് സൂക്ഷിക്കണം, അതിനെ എങ്ങനെയൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാം അതൊക്കെ കൊണ്ടുപോകണം, അതൊക്കെ വേണം. അതിനെ ഒരിക്കലും തകർക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. അതുപോലെ ജോലി വേണ്ടേ? നല്ല ജോലി മേടിക്കണം, നന്നായിട്ട് പഠിക്കണം, ആ ജോലിയെ ഓർത്ത് അഭിമാനിക്കണം. എന്നാൽ ആ ജോലി അഹങ്കാരമായി മാറരുത്. പലർക്കും പല ജോലിയും കിട്ടിക്കഴിയുമ്പോൾ ഇവർ വേറൊരു മാനസികാവസ്ഥയിലോട്ട് തന്നെ മാറുക. സാധാരണക്കാരനും പാവപ്പെട്ടവനും അവരുടെ മുന്നിൽ ഒരു പ്രാവശ്യം ചെല്ലേണ്ട ഒരു സൈൻ ഇട്ട് കിടക്കണമെങ്കിൽ ഒരു പ്രാവശ്യം ചെല്ലേണ്ടത് 10 വട്ടം നടത്തിയാലും പിന്നെ നടക്കട്ടെ എന്ന് വെക്കുന്ന അഹങ്കാരത്തിൻ്റെ അവസ്ഥയിലേക്ക് പോവുക പലരും. എന്നാൽ ദൈവം എനിക്ക് പഠിച്ചു കഴിഞ്ഞപ്പോൾ നല്ലൊരു ജോലി തന്നല്ലോ, ആ ജോലി ഭംഗിയായിട്ട് ഉപകരിക്കാം, മറ്റുള്ളവർക്ക് അതൊരു ശുശ്രൂഷയും കൂടി ആയിട്ട് മാറ്റാം എന്ന് ചിന്തിച്ച് നമ്മുടെ നാട്ടിലോ ജീവിതത്തിലോ എവിടെയാണെങ്കിലും ജോലി ചെയ്തിരുന്നെങ്കിൽ ഈ ലോകത്തിൻ്റെ സ്ഥിതി തന്നെ എന്താകുമായിരുന്നു. ചെയ്യുന്ന ജോലിയോട് ഒരാത്മാർത്ഥതയുണ്ടായി, ആ സ്ഥാപനത്തോടൊരാത്മാർത്ഥതയുണ്ടായി, ആരാണോ എനിക്ക് ഓരോ മാസവും ജീവിക്കാൻ വേണ്ടി പൈസ തരുന്നെങ്കിൽ ആ വ്യക്തിയോടൊരു സ്നേഹമുണ്ടായി, അങ്ങനെയൊക്കെ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ പോയിരുന്നു എങ്കിൽ ഈ നാടിൻ്റെയൊക്കെ അവസ്ഥ എന്താകാമായിരുന്നു. ഇതിപ്പം ഒരു പരിധി വരെ എവിടെയെങ്കിലും ഒരു സ്ഥാപനം ഇട്ടാൽ അതെങ്ങനെ പൂട്ടിക്കാമെന്ന് അവിടെയുള്ളവർ തന്നെ ചിന്തിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്തിലാണ് നമ്മൾ മറ്റുള്ള മനുഷ്യരെ സ്നേഹിക്കുന്നതിൽ, മറ്റുള്ള ഒരു സംവിധാനത്തെ വളർത്തുന്നതിൽ, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ വളർത്തുന്നതിൽ ഒക്കെ നമുക്ക് വഹിക്കാവുന്ന പങ്കിന് പകരം നമ്മൾ എവിടെയെല്ലാം ദ്രോഹിക്കാമോ അതെല്ലാമാണ് ദ്രോഹിക്കുന്നതെങ്കിൽ ദൈവം തന്ന കഴിവ്, ദൈവം അനേകർക്ക് വേണ്ടി അനുഗ്രഹമാകാൻ തന്ന ആരോഗ്യം, അനേകർക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ആ ജോലിയുടെ അവസ്ഥ, ഇതെല്ലാം നമ്മൾ നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നപ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കാതെ ഏത് കാര്യത്തിൽ പ്രത്യാശ അർപ്പിച്ചാലും അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും സന്തോഷം നൽകുന്നതായിരിക്കില്ല. എന്നാൽ കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുക്ക് നിന്നുകൊണ്ട് എനിക്ക് ഈ ലോകത്തിലെ ജീവിതം മാത്രമല്ല, അതാണ് പൗലോസ്ലീഹ 15-ാം അധ്യായത്തിൽ വ്യക്തമായി കൊറിന്ത്യസിലെ ജനത്തോട് പറയുന്നത്, ഈ ലോകത്തിൻ്റെ ജീവിതം കഴിഞ്ഞുള്ള ശരീരത്തിൻ്റെ ഉയിർപ്പ് ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർത്തുവെങ്കിൽ ഈശോയിൽ വിശ്വസിക്കുന്ന നിങ്ങളെല്ലാവരും ഉയർപ്പിക്കപ്പെടും. അപ്പോൾ ഈ 80 വർഷത്തെ ജീവിതം വെച്ച് മാത്രം നോക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ സർവമാന തിന്മകൾക്കും കൂട്ടു നിൽക്കാൻ നമുക്ക് തോന്നുന്നത്, അധാർമികതയ്ക്കും കൂട്ടു നിൽക്കാൻ തോന്നുന്നത്. ചില മനുഷ്യജീവിതങ്ങളെ കണ്ടിട്ടുണ്ട്, അവർ 25 വർഷം 1 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി കേസ് കളിക്കും, കോടതി കൊണ്ടേ കൊടുക്കുന്നത് 10 ലക്ഷം രൂപയായിരിക്കും, 1 ലക്ഷം രൂപയുടെ പോലും മുതലിനായിരിക്കല്ലത്. എന്നും അസ്വസ്ഥതപ്പെടുത്തും തൊട്ടടുത്ത് ജീവിക്കുന്നതിനെ, അടുത്തയാളെ കുറ്റം കണ്ടുപിടിച്ച് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഈ തന്ന ജീവിതം, വളരെ ചുരുങ്ങിയ ജീവിതം, സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ നമുക്കും നമ്മുടെ ചുറ്റും നിൽക്കുന്നവർക്കും അവകാശമുണ്ടെന്ന് ഓർത്തുകൊണ്ട് നിത്യമായ ഒരു ജീവിതം, അവിടെയാണ് പൗലോസ്ലീഹയുടെ വചനം. പൗലോസ്ലീഹ കൊരിന്ത്യസ്യരോട് പറയുന്ന വചനം ഇങ്ങനെയാണ്, നമുക്ക് നോക്കാം.
അതിൻ്റെ അകത്തെ 15-ാം അധ്യായത്തിൻ്റെ അകത്തെ 35-ാമത്തെ വചനത്തിലാണ് അത് തുടങ്ങുന്നത്. ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക, അത് ഏതുതരം ശരീരത്തോടു കൂടിയായിരിക്കും? അതെല്ലാം തുടങ്ങിയിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു. നശ്വരമായിട്ടാണ് വിതയ്ക്കപ്പെടുന്നത്, അതിൻ്റെ ഉയർപ്പ് എന്ന് പറയുന്നത് അനശ്വരതയിലാണ്. മരണം ഇവിടെ നമ്മൾ കണ്ടു, പക്ഷേ അതിൻ്റെ ഉയർപ്പെന്ന് പറയുന്നത് അനശ്വരമാണ്. ഈശോയുടെ സന്നിധിയിൽ ആ വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടതെന്നുള്ളതാണ് നമ്മളെ ഏറ്റവും ബോധ്യപ്പെടുത്തുന്നത്. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, മഹിമയിൽ ഉയർപ്പിക്കപ്പെടുന്നു. നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ യഹൂദന്മാരിൽ ഏറ്റവും അപമാനിക്കപ്പെടുന്ന മരണമാണ് ഈശോയ്ക്ക് വിധിച്ചത്, കുരിശുമരണം. മരിക്കുമ്പോൾ അപമാനിതനായിട്ടാണ് മരിക്കുന്നത്. കുരിശേൽ 2 കള്ളന്മാരുടെ നടുക്ക്, ആരും കൂടെ ഇല്ല. ആകപ്പാടെ ഈശോ സ്നേഹിച്ച ഏതാനും കുറച്ച് മനുഷ്യരും ഒരു ശിഷ്യനും മാതാവും കുറച്ച് മനുഷ്യരും കുറച്ച് സ്ത്രീകളും ഒക്കെ കരഞ്ഞുകൊണ്ട് കൂടെ 5000 പേരും 10000 പേരും ഒക്കെ അപ്പം വർദ്ധിപ്പിച്ചപ്പോഴൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ എവിടെ പോയെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ അവിടെയും അപമാനിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. നീയും രക്ഷപ്പെടും, ഞങ്ങളെയും രക്ഷപ്പെടുത്ത്, ഒരു ചോദ്യമാണ്. ഇല്ലെങ്കിൽ നീ ശക്തിയുള്ളവനല്ലേ, നിനക്ക് വലിയ കഴിവൊക്കെ ഉണ്ടല്ലോ, നീ കുരിശേന്ന് ഇറങ്ങി വാ. അവിടെ 3 തരം മനുഷ്യരുണ്ട്. കുറച്ച് പേര് കരയുന്നുണ്ട്, കുറച്ച് പേര് അപമാനിക്കുന്നുണ്ട്. ഒരാൾ മാത്രം, ശിമയോൻ മാത്രം പറഞ്ഞു, ഇവൻ യഥാർത്ഥത്തിൽ നീതിമാനാണ്, ദൈവപുത്രനാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെ ഉണ്ടാകാം. കുരിശേൽ നമ്മൾ കിടക്കുമ്പോഴോ അപമാനിക്കപ്പെടുമ്പോഴോ കളിയാക്കാൻ കുറച്ച് പേരുണ്ടാകാം, കരയാനും പലരും വരും, അയ്യോ അവർക്ക് അങ്ങനെ വന്നല്ലോ. എന്നാൽ നേരെ നിന്നുകൊണ്ട് സത്യമായിട്ട് വിളിച്ചു പറയാൻ ഈ ആൾ ഇന്നതാണെന്ന് പറയുന്ന ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ലോകത്തിൽ കാണും. അപ്പോൾ അനശ്വരതയിലാണ് നമുക്ക് ഉയർപ്പ്. അതുപോലെ തന്നെ അപമാനിതമാണ് നമ്മുടെ മരണമെങ്കിലും എവിടെയാണ്? മഹിമയിലാണ് ഉയർപ്പ്. മഹിമയോടെയാണ് ഉയർപ്പിക്കപ്പെടുക. അതുകൊണ്ടാണ് പലപ്പോഴും അപമാനിക്കപ്പെട്ട ജീവിതങ്ങൾ ചിലപ്പോൾ വളരെയധികം ശക്തമായി ഉയർക്കപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലരുടെ ജീവിതങ്ങളിൽ അപ്പനും അമ്മയും ഉപേക്ഷിച്ച് പോയ മക്കൾ അവരൊറ്റയ്ക്ക് എവിടെയാലും അനാഥ ആലയങ്ങളിൽ പോലും വളർന്നവരാണ്. പക്ഷെ അവർ നല്ല ഉദ്യോഗസ്ഥരായി പഠിച്ച് മിടുക്കരായി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലർ സാമ്പത്തികമായി തകർന്നു പോയി, പക്ഷെ നല്ല മിടുക്കനായി ഒരു കൊച്ചു പഠിച്ചു വന്ന് ആ കുടുംബം മുഴുവൻ രക്ഷപ്പെടുത്തി നല്ല സ്ഥിതിയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ കൂലിപ്പണി ചെയ്തൊരു അമ്മയുടെ മകൻ കളക്ടറോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഡോക്ടറോ ഒക്കെയായി മാറുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോ വീട്ടിലും പോയി പാത്രം കഴുകി ആ കുഞ്ഞിനെ വളർത്തിയ അമ്മയ്ക്ക് അഭിമാനമാണത്. അപ്പോൾ പലയിടത്തും അപമാനിക്കപ്പെടുന്നിടത്ത് മഹിമയിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണണം. കഷ്ടപ്പാടുകളുടെ നടുക്കിൽ നമ്മുടെ കരങ്ങളെ പിടിച്ച് ഉയർത്തി ആ കഷ്ടപ്പാടിൽ നിന്ന് നമ്മളെ വലിയൊരു അഭിമാനത്തിലേക്ക് മാറ്റാൻ പറ്റുന്നൊരു ദൈവത്തെ നമ്മൾ കാണണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ശക്തിയിലാണ് അല്ലെങ്കിൽ മഹിമയിലാണ് ഉയർപ്പിക്കപ്പെടുന്നത്. ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളതായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു. നമുക്കറിയാം, ദൈവം തൻ്റെ കൈകൊണ്ട് തന്നെ മെനഞ്ഞെടുത്ത ആദ്യ മനുഷ്യൻ ആദം. എന്നാൽ സർവ ജനത്തിൻ്റെയും ഉടയവനായി വന്ന മനുഷ്യൻ, ദൈവം മനുഷ്യനായി വന്ന ക്രിസ്തു, അവസാനത്തെ അതായത് എല്ലാ സൃഷ്ടികളുടെയും ഉറവിടമായ ക്രിസ്തു. അവിടെ എന്താണ് സംഭവിക്കുക? ആ ജീവനായ ക്രിസ്തു, ആദ്യത്തെ ആദം എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു? മനുഷ്യൻ പാപം ചെയ്ത് ജീവൻ നഷ്ടപ്പെടുത്തി. എന്നാൽ ക്രിസ്തു മനുഷ്യനായി വന്ന് സകലർക്കും ജീവൻ നൽകുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു, പരിശുദ്ധാത്മാവായി മാറുന്നതിനെ പറ്റിയും കൂടെ ഇവിടെ പറയുകയാണ്. എന്നാൽ ആദ്യമുള്ളത് ആത്മീയനല്ല, ഭൗതികനാണ്, പിന്നീട് ആത്മീയൻ. ഇങ്ങനെ പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിലൂടെ, അതായത് തൻ്റെ ലേഖനത്തിലൂടെ കൊറിന്തിയോസിലെ ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ്? അനശ്വരമായ ജീവിതത്തെ പറ്റിയാണ്, ശരീരത്തിൻ്റെ ഉയർപ്പിനെ പറ്റിയാണ്, ആത്മാവിൻ്റെ രക്ഷയെപ്പറ്റിയാണ്, പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് വിശ്വസിക്കേണ്ടത്. അപ്പോൾ കത്തോലിക്ക സഭയുടെ സർവ്വ ധാർമ്മികതയുടെയും പുസ്തകങ്ങളെല്ലാം രചിക്കപ്പെടുക വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടാണ്. അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ ധാർമ്മികത നിൽക്കുന്നത് തന്നെ വിശ്വാസത്തിലും ദൈവവചനത്തിലും അടിസ്ഥാനമാക്കിയാണ്. അത് കൂദാശകളിൽ അധിഷ്ഠിതമായിട്ടാണ്. അതുകൊണ്ടാണ് സഭ ഒരിക്കലും അബോർഷനൊക്കെ കൂട്ടുനിൽക്കാത്തത്. അത് സഭയ്ക്ക് തെറ്റാണ്. ലോകത്തിന് അത് തെറ്റല്ലായിരിക്കും, പക്ഷേ സഭയ്ക്ക് അത് തെറ്റാണ്. അപ്പോൾ കത്തോലിക്ക സഭയുടെ ധാർമ്മികത നിൽക്കുന്നത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായാണ്, അല്ലെങ്കിൽ ദൈവവചനത്തിൽ അധിഷ്ഠിതമായാണ്. അപ്പോൾ പൗലോസ്ലീഹ തൻ്റെ ലേഖനങ്ങളിലൂടെയെല്ലാം
ഒരു വലിയ ബോധ്യം ആ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുകയാണ്. അതിലൂടെ നമുക്കും നൽകുകയാണ്. കൊറിന്ത്യസിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രം എഴുതിയ ലേഖനമല്ല ഇത്. ഇന്ന് നമ്മോടും സംസാരിക്കുകയാണ്. നിങ്ങൾ എവിടെ നിന്ന് ജീവിച്ചാലും, എത്രയധികം കഷ്ടപ്പെട്ടാലും, എവിടെയാണ് ജീവിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് എന്തുണ്ട്? മരണത്തിന് ശേഷം നിത്യമായ ഒരു ജീവനുണ്ട്, ശരീരത്തിൻ്റെ ഉയർപ്പുണ്ട്. അതുകൊണ്ട് നമ്മളുടെ പ്രത്യാശ കർത്താവിലായിരിക്കണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നോട്ടെ, എന്നാൽ അതിലെല്ലാം പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ജീവിതം നഷ്ടമാക്കാനുള്ളതല്ല, സമാധാനം നഷ്ടമാക്കാനുള്ളതല്ല. ദൈവം നൽകുന്ന സമാധാനത്തോടെ ഇന്നത്തെ ജീവിതം, ഇന്നത്തെ ദിവസം സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് അതിനുവേണ്ടി സമയം കണ്ടെത്തി ദൈവത്തോട് ചേർന്ന്, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് അനശ്വരമായ ജീവിതത്തെ സ്വപ്നം കണ്ട് ജീവിക്കാൻ നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappad.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.